നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നമ്മളെ മിയാസാക്കി കേട്ടോ. ജസ്റ്റ് നമുക്കിതൊന്ന് പൂണ്ടെടുക്കാം. ചെറിയൊരു പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ പൂണ്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, ജ്യൂസിയാണ് കേട്ടോ, നല്ല രീതിയിൽ ജ്യൂസിയാണ്. നമുക്ക് കണ്ടോ തീരെ തൊലിക്കട്ടില്ല കേട്ടോ. ഇതണ്ടോ തൊലി ഇത്രയും ചെറിയൊരു മാങ്കിള് കണ്ടോ, ഇത്രയും കനമുണ്ട്, ഇത്രയും കനുണ്ട് കാമ്പ്. ഈ ഒരു ഇതുണ്ടോ, ഇത്രയും കനുണ്ട്, ഇത്രയും തൊലിക്കട്ടി കുറവാണ്. ഇനി ഇത് നമുക്ക് ഈ ഒരു പീസ് ഇങ്ങനെ എടുക്കാം കേട്ടോ. സംഭവം അത്രയും ലുക്കാട്ടോ. ഇത് കണ്ടോ, ഒന്നും പറയാനില്ല കേട്ടോ. ഇതാണ് ഒരു മാങ്ങ. അത്രയും 100% നമുക്ക് പറയാം. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. തൊലി ചെത്തേണ്ട ആവശ്യമില്ല. കണ്ട ഈ തൊലി ഇങ്ങനെ നമുക്ക് പറിച്ചെടുത്തിട്ട് ഞാൻ തൊലി കഴിക്കാനും ടേസ്റ്റാണ്. കുട്ടികളെ തൊലി അടക്കം കഴിച്ചിരുന്നു. നമ്മളെ ക്യൂബായിട്ട് ഇതങ്ങനെ എടുക്കാം. കാരണം തീരെ നാരില്ല. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം എടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, തീരെ നാര് ഒട്ടും തന്നെ ഇല്ല. നമുക്കൊരു ഐസ്ക്രീം കഴിക്കുന്ന അതേ ഫീലിൽ കഴിക്കാൻ പറ്റൂട്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രത്തോളം കഴിച്ചു. ഈ ഒരു മാങ്ങ ഏറ്റവും നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മളെ മാവ് കർഷകർക്കൊക്കെ കാർഷിക അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ്. നമ്മളിപ്പോൾ ഈ മറ്റ് ആളുകൾ പറയുന്ന പോലെ ഇത് 3.5 ലക്ഷം രൂപ കിട്ടും, അപ്പോൾ 3.5 ലക്ഷം റുപ്യ കിലോന് പ്രതീക്ഷിച്ചൊന്നും ആരും ഇത് ചെയ്യണ്ട. പിന്നെ പുഴുക്കേടില്ല. മാവിൽ നിന്ന് തന്നെ മാങ്ങ പഴുക്കുന്നു. കർഷകന് വേണ്ട എല്ലാ ഗുണങ്ങളും ഇതിനകത്ത് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് വേണ്ടതാണ് അഡ്വാൻസ് പെട്ടെന്ന് പഴുക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് മൂത്ത് നമുക്ക് മാങ്ങ കിട്ടുക, പുഴുക്കേടില്ലാതെ കിട്ടുക, നല്ല കളറ്, ഉള്ളിലും കളറ്, അതുപോലെ തന്നെ കാമ്പ്. എടുത്ത് പറയാനുള്ളത്, അതിൻ്റെ സീഡ് വളരെ കനം കുറഞ്ഞ്.